ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം ബെന്യാമിൻ നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണം നേരത്തെ അറിയിച്ചിരുന്നെന്ന അമേരിക്കൻ വാദം ഖത്തർ തള്ളി. തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു. ആക്രമണത്തിൽ 5 പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ലോകവ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഖത്തറിൽ നിന്ന് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, ഒരു തിരിച്ചടിക്കൊരുങ്ങുകയാണോ ഖത്തർ? ദിവ്യ, അങ്ങനെ ഒരു സ്ട്രൈക്കിംഗ് തിരിച്ചടിക്ക് അഥവാ ഒരു ഓപ്പറേഷണൽ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഖത്തർ എന്ന് പറയാനാവില്ല. ഇന്നലെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം ഒരു ഡിപ്ലോമാറ്റിക് ലെവലുള്ള ഒരു എസ്കലേഷൻ ആയിരിക്കും ഇക്കാര്യത്തിൽ ഖത്തർ ഉയർത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉന്നതതല സംഘത്തെ ഇവിടുത്തെ ഒരു ടോപ്പ് ഖത്തർ ഡിപ്ലോമാറ്റിനെ വെച്ചിട്ട് ഇവർ ഖത്തർ രൂപീകരിച്ചിട്ടുണ്ട്. UN അടക്കമുള്ള UN രക്ഷാസമിതി അടക്കമുള്ള അന്താരാഷ്ട്ര സമിതികളിൽ ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ശക്തമാക്കുക എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ഖത്തർ സ്വീകരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷനോ അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ടോ നമുക്ക് ഇക്കാര്യത്തിലൊന്നും പറയാനായിട്ടില്ല. ഒഫീഷ്യൽ സോഴ്സുകൾ തരുന്ന ഇൻഫർമേഷൻ പ്രകാരം ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഖത്തർ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ആക്രമണം രാജ്യത്തിന്റെ അഖണ്ഡതക്കും പരമാധികാരത്തിനും എതിരെയുള്ള വെല്ലുവിളിയാണ്. അത്തരത്തിലുള്ള ആക്രമണം ഒരിക്കലും നീതീകരിക്കാനാവില്ല, വെച്ചു പൊറുപ്പിക്കാനാകില്ല എന്ന് ഒന്നാമത്തെ കാര്യം പറഞ്ഞു. രണ്ടാമതായി അദ്ദേഹം നടത്തിയത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള കടന്നാക്രമണമാണ്. അദ്ദേഹം താന്തോന്നിയായ ഒരു ഭീകരവാദിയെ പോലെ പെരുമാറുന്നു എന്ന അർത്ഥത്തിലുള്ള വാക്കുകളാണ് ഖത്തർ പ്രധാനമന്ത്രി ഉപയോഗിച്ചത്. എന്ന് മാത്രമല്ല, അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജ്യത്തെ താമസക്കാരോടും ഈ രാജ്യത്തെ തദ്ദേശവാസികളോടും ഈ രാജ്യത്തിന് പ്രതിബദ്ധതയുണ്ട്, അവരുടെ സുരക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഈ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അന്താരാഷ്ട്ര തലത്തിലുള്ള അന്താരാഷ്ട്ര ബോഡികളിൽ UN അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ ഇസ്രായേലിനെതിരെ എല്ലാ അർത്ഥത്തിലും മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായി ചേർന്നുള്ള ഒരു നീക്കത്തിലാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ GCCയിലെ എല്ലാ രാഷ്ട്രങ്ങളും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല ലോകത്തെ 50-ലേറെ രാഷ്ട്രങ്ങൾ, യൂറോപ്യൻ യൂണിയനിലെ അടക്കം ആഫ്രിക്കയിലേതടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50-ലേറെ രാഷ്ട്രങ്ങൾ ഇന്നലെ തന്നെ ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വളരെ ആദ്യം വന്ന പ്രതികരണം UAEയുടേതാണ്. UAEയുടെ വിദേശകാര്യമന്ത്രിയും അതുപോലെ സൗദി കിരീടാവകാശിയും ഒമാൻ ഭരണാധികാരിയും കുവൈത്ത് അമീറും ഇങ്ങനെ ഈ മേഖലയിലെ എല്ലാ രാഷ്ട്ര നേതാക്കളും ഖത്തർ അമീറുമായി ഫോണിൽ ബന്ധപ്പെടുകയും ഒരു യോജിച്ചൊരു നീക്കത്തിനുള്ള ഒരു നടപടിയിലേക്കാണ് ഖത്തർ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ നടത്തിയ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും യോജിച്ചുള്ളൊരു മുന്നോട്ട് പോക്കിനെ കുറിച്ചാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ബോഡികളിലുള്ള UN അടക്കമുള്ള അന്താരാഷ്ട്ര സമിതികളിലുള്ള ഇസ്രായേലിനെതിരെ ഏത് തരത്തിലൊരു നീങ്ങണം എന്നുള്ള ഒരു ആലോചനകളാണ് ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്നലെ നടന്ന ആക്രമണത്തോടു കൂടെ തന്നെ ഇവിടുത്തെ ജനജീവിതം സാധാരണഗതിയിലാണ്. ഇന്നലെ ഉണ്ടായ ചെറിയൊരു നടുക്കം ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമൊക്കെ ജനങ്ങളുടെ ജീവിത വ്യവഹാരവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ ഇല്ല എന്നുള്ളതാണ് ദിവ്യ. ഖത്തർ എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം ഉണ്ടാകുമെന്നാണ് ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണം. പക്ഷേ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് ഖത്തർ നീങ്ങുന്നത്. വിവരങ്ങളാണ് അബ്ബാസ് നൽകിയത്.